ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അവിടെ പരിശോധന നടത്തുകയാണ്. ബാഗുകളിലടക്കം പരിശോധന നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പെരുമ്പാവൂരിലാണ് പരിശോധന നടക്കുന്നത്. നമുക്ക് തത്സമയം കാണാം. ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു എന്നതുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ തുടരുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അടക്കം താമസ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസവും വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സ്വകാര്യമായ വസ്തുക്കൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇത് കൂട്ടം കൂടി ആളുകൾ താമസിക്കുന്ന ഇടമാണ് എന്നാണ് നമുക്ക് മുറിയുടെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ലഹരി വസ്തുക്കളടക്കം പിടിച്ചെടുത്തു എന്നുള്ളതാണ് വിവരം. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് വ്യാപക പരിശോധനകൾ തന്നെയാണ് നടക്കുന്നത്. രാംഷാ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രാംഷാ, പെരുമ്പാവൂർ മാർക്കറ്റിൽ എക്സൈസ് സംഘത്തിന്റെ പരിശോധന നടത്തുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി വലിയ പരിശോധനയാണ് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 3-4 കേസുകൾ ഇപ്പോൾ തന്നെ പിടികൂടി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഈ പരിശോധനകൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതിനിടയിൽ തന്നെ 4-5 കേസുകൾ ഇപ്പോൾ പിടികൂടാൻ കഴിഞ്ഞു എന്നതാണ്. അതോടൊപ്പം തന്നെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ഒക്കെ പരിശോധന നടക്കുന്നുണ്ട്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, എത്ര കേസുകൾ പിടിച്ചു? നമ്മൾ ഇന്ന് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതുവരെ 5 നർക്കോട്ടിക് കേസുകളാണ് പിടികൂടിയിട്ടുള്ളത്. അതിൽ ഹെറോയിനും കഞ്ചാവും ഉൾപ്പെടുന്നുണ്ട്. പുകയില ഉൽപ്പന്നങ്ങളുടെ കേസ് 70ഓളം കേസുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. NDPS 5 കേസുകളും കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും തന്നെ നമ്മൾ കൃത്യമായ പരിശോധനകൾ എല്ലാ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചു. ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ തന്നെ വില കൂടിയ, അതായത് റെന്റ് കൂടിയ ലോഡ്ജുകളിലൊക്കെ യാതൊരുവിധ ഇതുമില്ലാതെ തന്നെ അവർ താമസിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെയാണ് അവർ സേഫായിട്ട് കൊണ്ട് വെക്കുന്നുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഇത്തരം റെന്റ് കൂടിയ ലോഡ്ജുകളിലൊക്കെ തന്നെ കൃത്യമായ പരിശോധന നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന നമ്മൾ ആരംഭിക്കുന്നത്. വലിയ സ്ക്വാഡുണ്ടോ? എത്ര വലിയ സ്ക്വാഡാണ്? ഇന്ന് സർക്കിൾ കുന്നത്താട് സർക്കിൾ ഓഫീസിന്റെ കീഴിലുള്ള റേഞ്ചുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധന നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. വരുന്ന ആഴ്ചകളിൽ തന്നെ നമ്മൾ അത് എറണാകുളം ജില്ലയിലെ സ്ക്വാഡ് ഓഫീസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, നർക്കോട്ടിക് സ്ക്വാഡിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു വിപുലമായ പരിശോധനകൾ നമ്മൾ ആരംഭിക്കുന്നതാണ്. അതിനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളെല്ലാം നാട്ടിലേക്ക് പോയവരായിരുന്നു. ഇപ്പോൾ പലരും ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെയായി ട്രെയിനിൽ വലിയ തിരക്കാണ്, തിരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി എന്തൊക്കെ ഒരു മുൻകരുതലുകളാണ് എക്സൈസ് എടുത്തിട്ടുള്ളത്? നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ നമ്മൾ തിരിച്ചു വരവെന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ സഞ്ചരിക്കാൻ സാധ്യതയുള്ള ട്രെയിനുകൾ, ഉദാഹരണം ദീർഘദൂര ട്രെയിനുകളുടെ സമയം കേന്ദ്രീകരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ അവർ വരാൻ സാധ്യതയുള്ള, ഇപ്പോൾ പെരുമ്പാവൂർ മേഖലയിലേക്ക് വരാൻ സാധ്യതയുള്ള റോഡുകൾ, അത്തരത്തിലുള്ള റോഡുകൾ കേന്ദ്രീകരിച്ചുള്ള വാഹന പരിശോധനയും ശക്തമായിട്ടുണ്ട്. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇവർ കൂടുതലും ഓട്ടോ റിക്ഷയാണ് ഇവർ കൂടുതൽ ആശ്രയിക്കുന്നത്. അവരുടെ ഇത്രയും ദൂരം ഉണ്ടെങ്കിൽ പോലും അവർ ഓട്ടോറിക്ഷകളെ ആശ്രയിച്ച് ബസ്സിനെ ആശ്രയിക്കാറില്ല പൊതുവെ. എങ്കിലും അത്തരത്തിലുള്ള ഇത് കേന്ദ്രീകരിച്ച് നമ്മൾ ശക്തമായ വാഹന പരിശോധന പരിശോധനകളാണ് നടത്തുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരാണ് പരിശോധനയുടെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് കണ്ടത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി തിരികെ വരുന്ന സമയമാണ്. വ്യാപകമായ പരിശോധനകൾ ഉണ്ടാകും. ആ കേന്ദ്രങ്ങൾ മുൻനിർത്തിയുള്ള പരിശോധന തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇടവേള എടുക്കാം.